മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബിഗ് ബോസ് താരം അനുമോളെ ഷിയാസ് കരീം ബീഫ് കഴിപ്പിക്കാൻ ആക്രോശിച്ച് രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പൊ അതൊക്കെയായി ബന്ധപ്പെട്ട് വീണ്ടും ആ ബീഫ് കഴിപ്പിക്കാൻ ആക്രോശിച്ചതിനെ ന്യായീകരിച്ച് ഇതേ ഷിയാസ് കരീം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഷിയാസ് കരീം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ഈ ജാതി ഒരു തിരുമണ്ടനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ സുഡാപ്പിയാവുക എന്ന് പറയുന്നത് തന്നെ മണ്ടനാവുക എന്നുള്ളതാണല്ലോ. ഏതായാലും നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്ന് കേട്ടോക്കൂ. ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയാം, ഇവിടെയുള്ള BJP-കാരാ. നിങ്ങൾ കേട്ടില്ലേ? ബീഫ് എന്ന പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഇവിടുത്തെ BJP-കാരാണ്. ഇവിടെ ബീഫ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവനെ പോലെയുള്ള നെറികെട്ടവന്മാരല്ലേ. ഒരു മതത്തിന്റെ ആരാധനയൊക്കെയായി ബന്ധപ്പെട്ട് ആളുകൾ ബീഫ് ഒന്നും കഴിക്കാതെ മുന്നോട്ട് പോകുന്നതിൽ എന്തിനാണ് ഇവരൊക്കെ കുരുപൊട്ടുന്നത്? ഇവരെ പോലെ തലക്ക് സുഡാപ്പിസം പിടിച്ചിട്ടുള്ള നെറികെട്ടവന്മാര് മറ്റൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ബീഫൊന്നും കഴിക്കാതെ മുന്നോട്ട് പോകുന്നവർക്കെതിരെ ആക്രോശിച്ച് നിർബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ സുഡാപ്പികളല്ലേ ഇവിടത്തെ പ്രശ്നക്കാരി എന്ന് പറയുന്നത്. ഇവിടെ ഒരു മതവിശ്വാസത്തിന്റെ ആരാധന പ്രകാരം ബീഫ് ഒരാൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് BJP ലീഡേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട MT രമേശ് ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. താല്പര്യമുള്ളവർക്ക് കഴിക്കാം, ഇല്ലാത്തവർക്ക് കഴിക്കാതിരിക്കാം. BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിക്കരുതോ എന്നൊരു നിലപാടുള്ള, താല്പര്യമുള്ളവർക്ക് കഴിക്കാം, വിശ്വാസമുള്ള ആളുകൾക്ക് കഴിക്കാതിരിക്കാം. ഇത് കൃത്യമായിട്ട് MT രമേശ് ഉൾപ്പെടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടു. ഇവരെ പോലെയുള്ള സുഡാപ്പികൾ എന്താ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആക്രോശിക്കുക, എന്നിട്ട് അത് BJP എന്ന് സുഡാപ്പിസം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ഈ പറയുന്ന ഷിയാസ് കരീം ഒക്കെ. ഇത് മാത്രമല്ല, അടുത്ത ഭാഗം തൊട്ടു. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. എന്തൊരു മരം മൊണ്ണയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. BJP-കാര് മാത്രമാണോ ഇവിടെ ബീഫ് ഇവിടെ ഹിന്ദു മത വിശ്വാസ പ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ടത് കഴിക്കാതെ മുന്നോട്ട് പോകുന്ന വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, സ്വന്തം മതം മാത്രമേ അറിയൂ. എന്നിട്ട് പറയൂ, ഓ വർഗീയവാദിയാണ് ഇവരൊക്കെ, പച്ച വർഗീയവാദി. തന്നെ മനഃപൂർവ്വം തന്നെ സുഹൃത്തിനോട് ചോദിക്കുന്നതിനാണ് ആക്രോശിക്കുക. ഇവൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മനഃപൂർവ്വം BJP. ഇതൊരു മതവിശ്വാസത്തെയാണ് ഇവന്റെയൊക്കെ സുഡാപ്പിസം കാരണം തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവർക്ക് ഒന്നാം തരം ഇതൊക്കെ ബോധമുള്ള ഏതെങ്കിലും മതവിശ്വാസികളായിട്ടുള്ള ഏത് മതമായിക്കൊള്ളട്ടെ ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളണ്ടേ. ഈ ബീഫ് കഴിക്കാതിരിക്കുന്നത് BJP-യിലുള്ള ആരെങ്കിലും? ഇവരൊക്കെ എന്തൊരു തിരുമണ്ടനാണ്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളില്ലേ, ബീഫ് ഒന്നും കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ, നമ്മളൊക്കെ അറിയുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ എത്ര എല്ലാ അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഈ മണ്ടനൊക്കെ അറിയാം. എന്നിട്ടും എന്താണ് സുഡാപ്പിസം തലക്ക് പിടിച്ചിട്ട് അത് BJP-യുടെ തലയിലേക്ക് വെച്ചിട്ട് ഒരു വിശ്വാസത്തെ തകർക്കാനല്ലേ ഈ നെറികെട്ടവരൊക്കെ ശ്രമിക്കുന്നത്. അടുത്തത് പന്നിയിറച്ചി ഇല്ലേ, വേവിക്കണം നന്നായിട്ട്. അതിൽ വിര ഉണ്ടാവും, വിര അത് എന്താ മാത്രമേ വിര പോലും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാ. നിങ്ങൾ കേട്ടില്ലേ, തന്റെ മതഗ്രന്ഥത്തില് ഇന്നത് കഴിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് എന്ന് ഇവൻ തന്നെ എടുത്തു പറയാ. അത് നല്ല രുചികരാണ്, പക്ഷെ എന്റെ മതത്തിന്റെ ഗ്രന്ഥത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിൽ, അപ്പൊ മറ്റൊരു മതത്തിന്റെ ആരാധനയും അവരുടെ വിശ്വാസത്തെയും ഇവര് തകർക്കണം. ഇതല്ലേ യഥാർത്ഥ പച്ചവർഗീയത? ഇതല്ലേ സുഡാപ്പിസോ? ഏതെങ്കിലും യഥാർത്ഥ ഏതൊരു മതമായിക്കൊള്ളട്ടെ, അത് മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, മറ്റൊരു മതത്തിൻ്റെത് മോശമാണെന്നും തൻ്റേത് മാത്രം പുണ്യമാണ് എന്ന് പറയുന്നതല്ലേ പച്ചവർഗീയത? അതല്ലേ ഇവൻ പച്ചക്ക് പറയുന്നത്? തൻ്റെ മതഗ്രന്ഥത്തിൽ അത് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ കഴിക്കുന്നില്ല, പക്ഷേ ബീഫ് അത് കഴിക്കാൻ ഞാൻ നിർബന്ധിക്കും, അത് BJP-യുടെ തലയിലേക്ക് വെക്കാൻ.
എത്ര പച്ചവർഗീയവാദിയാണെന്നോ. ഇവരൊക്കെ നല്ല ഒന്നാം തരം സുഡാപ്പിയ. ഇവിടെ ആരെങ്കിലും ആരോടെങ്കിലും പന്നി കഴിപ്പിക്കാനൊക്കെ ഇതുപോലൊക്കെ ആരെങ്കിലും ഒന്ന് ആക്രോശിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ അന്തിച്ചർച്ചതായിരിക്കില്ലേ. ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്താത്തത്? ഇതൊരു അന്തിച്ചർച്ച നടത്തണ്ടേ? ഇവിടെ നേരെ തിരിച്ച് പന്നിയുമായി ബന്ധപ്പെട്ട് ആരും ചോദിക്കൂല. ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയും. ഇതൊക്കെ ഒരു ബിഗ് ബോസ് താരൊക്കെ ആയിട്ട് ഓൺലൈൻ മീഡിയാസിലൊക്കെ വരുന്ന ഒരാളല്ലേ. അപ്പൊ പന്നി ഇത് കഴിച്ചോന്ന് ഒരാളോട് ഇവൻ ഇതുവരെ ആക്രോശിച്ച് ചോദിക്കില്ല. അത് ഞാനാണെ അതല്ലേ പറയുന്നത്. ഒരു മുസൽമാനായിട്ടുള്ള ഒരാളോട് ഇതേപോലെ തന്റെ സുഹൃത്തിനോട് ഇവൻ ആക്രോശിക്കൂല എന്ന് മാത്രമല്ല, താനും ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായതുകൊണ്ട് കഴിക്കില്ല എന്ന് പറയുന്ന അതേ ആള് മറ്റൊരു മതവിശ്വാസത്തിന്റെ ആ വിശ്വാസത്തെ ഒരു തരത്തിലും ബഹുമാനിക്കാതെ അതൊരു മറ്റൊരു പാർട്ടിയുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് അതിനങ്ങ് അപമാനിക്കുക. ഇതിനെയാണ് ഇവനൊക്കെയാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ഇവനൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഐക്യത കിടക്കുന്നത്. നമ്മുടെ നാട് എത്ര സുന്ദരമായിട്ടാണ് എത്ര സുന്ദരമായിട്ട് നമ്മളൊക്കെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോ ഇവനെ പോലെയുള്ള സുഡാപ്പികള് നമ്മുടെ നാട് നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയതല്ലേ. മറ്റൊരു ഭാഗം കേട്ടു. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. ഒരു രീതിയിലും മാറ്റൂല. അത്രേ ഉള്ളൂ. എടോ ഇത് ബീഫൊക്കെ കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതാണോ ഇവൻ പറയുന്നത്? ജയിലിൽ പോകുന്നത് ആൺപിള്ള. ഇവിടെ സ്ത്രീകൾക്ക് ഇവിടെ ജയിലുണ്ട്, അത് ഊഞ്ഞാലിട്ടാൻ ഉണ്ടാക്കിയൊന്നല്ല. ഇവനൊക്കെ ഇവനെ ആൺപിള്ളേറങ്ങുമ്പോ ഇവനൊക്കെ വിചാരം ഈ സുഡാപ്പിസം വിളിച്ചു പറഞ്ഞിട്ടും അത് കേരളത്തിൽ അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വലിയ രീതിയിൽ പിന്തുണ കിട്ടുന്നുണ്ട് പിന്നിൽ നിന്ന്. അല്ലാതെ ഇതുപോലെ മറ്റൊരു മതത്തിന്റെ ആരാധനയെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആക്രോശിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് തന്നെയാലും ജയിലിൽ പോകേണ്ടി വന്നാലും പോയിക്കോളാം എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു മതത്തെ തോന്നിയതുപോലെ അപമാനിക്കുക തന്നെയല്ലേ. മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാരം ഒന്ന് മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. ഇവിടെ ജാതി ഒരു തിരുമണ്ടനാണല്ലോ എന്ന്. രാജ്യം ഭരിക്കുന്നത് താമരയല്ലടോ. താമര ചിഹ്നമായിട്ടുള്ള പാർട്ടിയല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗം തന്നെയല്ലേ താനൊക്കെ. പിന്നെ പറയുന്നില്ല സംഘപരിവാർ ഇവിടെ എന്തോ വർഗീയത എന്നൊക്കെ ഇവൻ വിളിച്ചു പറയുന്നത്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പോലെ സമാധാനത്തില് ഇന്ന് ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും ജീവിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. അത് ഗൾഫ് രാജ്യങ്ങളാവട്ടെ, അതിന് ഈ പറയപ്പെടുന്ന ഇറാനോ ഇറാഖോ സിറിയ ബംഗ്ലാദേശോ പാകിസ്ഥാനോ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും സമാധാനത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അമ്മാതിരി യുദ്ധമാണ് ഇപ്പൊ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാ സമയത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സമാധാനം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ഉച്ചക്ക് പോലും മാന്യമര്യാദക്കൊന്ന് ആരാധന നടത്താൻ പോലും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് സാധിക്കാറില്ല. അതേ സമയത്ത് സംഘപരിവാർ ഭരിക്കുന്ന RSS ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് എല്ലാ മുസ്ലിങ്ങളും എല്ലാ മതത്തിലുള്ള ആളുകളും സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ BJP താമര വിരിയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. റിസൾട്ടൊക്കെ വരുമ്പോ ഇവിടൊക്കെ തന്നെ ഉണ്ടാവണം. പിന്നെ സുരേഷ് ഗോപി ഇവിടെ താമര തന്നെയാ വിരിയിപ്പിച്ചത്. ഇതൊക്കെ അറിയാഞ്ഞിട്ടൊന്നല്ല, മണ്ടനായതുകൊണ്ട് വിളിച്ചു പറയുന്നതാ. മറ്റൊന്ന്, ഇവരൊന്നും ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടി മതേതര പാർട്ടിയാണ്. അതിനെതിരെ ഒരക്ഷരം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതേതര പാർട്ടി. അതേസമയത്ത് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിൽ എവിടെയാണ് ഒരു മതത്തിന്റെ പേരുള്ളത്? ഏത് പദ്ധതിയിലാണ് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടത്? ഇവിടെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചല്ലേ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇവനൊക്കെ ഇതുപോലെ ഒരു തെറ്റു ചെയ്തു, ബീഫ് കഴിപ്പിക്കാൻ ആക്രോശിച്ച അങ്ങേറ്റത്തെ ജിഹാദിസം എടുത്തു പുറത്തിട്ടോ, അതിനുശേഷവും അതിനെ ന്യായീകരിച്ച് ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയിക്കോളാം എന്ന് പോലും പറയുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ പിന്നിലൊക്കെ വലിയ ആളുകള് വലിയ രീതിയിൽ BJPക്കെതിരെ, ഇത് ഇവൻ മാത്രമൊന്നുമല്ല, ഈ ഒരുപാട് ആളുടെ എന്ത് വിഷയം BJPയുടെ തലയിലേക്ക് അങ്ങ് ചാടിക്കുന്ന, അതിന്റെ മുകളിലേക്ക് വെച്ച് കെട്ടുന്ന, ഇതിലൊക്കെ ഇവരൊക്കെ പല രീതിയിലുള്ള പല ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയാ. സകല വിവേകമുള്ള മലയാളികളും ഇത്തരം സുഡാപ്പികളെ, ഇത്തരം ജിഹാദിസം തലക്ക് പിടിച്ച മറ്റു ആരാധനകളെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത ഇത്തരം ആളുകളെയൊക്കെ പുച്ഛിച്ച് തള്ളുക.